ഹായ്. ഞാൻ കഴിഞ്ഞ ഒരു പ്ലംബരത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1, 2 പേര് കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ട്. നമ്മളെ വീട്ടിലുള്ള പ്ലം മരങ്ങൾ ബാക്കിയുള്ള മരങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് കാണിക്കുമോ? തീർച്ചയായിട്ടും കാണിക്കാം. പിന്നെ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ട് റൂമിനുള്ളിലല്ല, പിന്നെ നമ്മളെ കോമ്പൗണ്ടിലാണ്. അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ ഒരു മരം. ഇത് കണക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ കായുടെ വെയിറ്റ് കൂടിയിട്ട് കമ്പൊടിഞ്ഞ് വീണിട്ട് വീണ്ടും അങ്ങനെ നടന്ന് പിടിക്കുന്നതാണ്. പിന്നെ തൊട്ടിപ്പുറത്തായിട്ട് തന്നെ അതേ സെയിം മരം തന്നെ ഇപ്പോൾ ഉണ്ട്. ഇതൊരു പേരമരമായിരുന്നു ഉണങ്ങിപ്പോയത്. ഇത് നമ്മുടെ കോമ്പൗണ്ടിലുള്ള ഒരു ആപ്പിൾ മരമാണ്. ഇത് പച്ച കളർ ആപ്പിളാണ്. നമ്മൾ പിച്ചാറൊന്നും ഇല്ല, നമ്മുടെ തറയിലെല്ലാം വീണ് കിടപ്പുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് തന്നെ ഇതൊരു മഞ്ഞ കളർ പ്ലമ്മിൻ്റെ സൈസാണ്. ഇത് 2 മരം അത് തന്നെ കണ്ടത്. ഇത് കണക്ക് വേണ്ട വെയിറ്റ് കാരണം കമ്പൊടിഞ്ഞ് ഇന്നലെ ഇങ്ങ് തൂങ്ങി. ഈ കാ പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് മഞ്ഞ കളറാണ്. ഇത് തോട് നമ്മൾ കഴിക്കത്തില്ല, നല്ല ടേസ്റ്റാണിത്. ഈ മരത്തിൻ്റെ വീഡിയോ ആയിരുന്നു 2-3 ദിവസം മുമ്പ് ഞാൻ ചെയ്തിരുന്നത്. ആ മരത്തിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് തന്നെ ഉണ്ട് വേറൊരു പ്ലം മരം കാണും. ഇത് ഇച്ചിരി കൂടെ വലുതാണ്, നല്ല റെഡ് കളറായിരുന്നു. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് തന്നെ ഈ ഒരു പ്ലം നിൽക്കുന്നത്. ഇത് പഴുത്തിട്ടില്ല, മഞ്ഞ കളറാണ്. പഴുത്ത് വരുമ്പോഴത്തേക്ക് ഇപ്പോൾ പച്ചയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പുറത്തൊരു പേരമരം ഉണങ്ങിയിരിക്കുന്നെന്ന് പറഞ്ഞില്ലായിരുന്നു. ഇതാണ് ആ പേര. ഉള്ളിലോട്ടാണ്. ഇത് പറഞ്ഞ കണക്കാണ്ട് ആ പേര കുറേ പിടിച്ച് കിടക്കുന്നതാണ്. ആ കമ്പ് ഉടനെ ഓടിയും. ആ കായൊന്നും വലുതാകുമ്പോഴത്തേക്ക് അത് ഓടിയാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ തൊട്ടിപ്പുറത്താണ് കണ്ടത് വേറൊരു ആപ്പിൾ മരം കാണാം. ഇതും ഗ്രീൻ കളറാണ്. ഇതിനപ്പുറത്ത് കണ്ട മഞ്ഞ കളറിലുള്ള പ്ലം വേണ്ട പഴുത്ത് കിടപ്പുണ്ട്. ഈ കാട്ടിനോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് പ്ലം മരങ്ങളാണ്. അങ്ങോട്ടെല്ലാം ഉണ്ട്, പക്ഷേ ഭയങ്കര കാട് പോലെയാണ്. മരങ്ങളെല്ലാം വളർന്നിട്ട് അകത്തോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. തോനെ നേരം ഇവിടെ നിൽക്കാകത്തില്ല. ഒരു സൈസ് ഈച്ചയുണ്ട്, അത് നമ്മളെ കാലിൽ വന്ന് കടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വേദനയും ചൊറിച്ചിലുമായിരിക്കും. അപ്പോൾ ഇതേപോലുള്ള വീഡിയോസ് ഇനിയും ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിനൊക്കെ ഇൻസ്റ്റയിലും ഫോളോ ചെയ്യാനുള്ളവർ ഫോളോ ചെയ്യണം. സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാം. ബൈ.